ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വ്ളോഗാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അങ്ങനെ യൂട്യൂബിലുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഞാനിത് ഇവിടെ ഇരുന്ന് അയൺ ചെയ്യാണ് കേട്ടോ. പത്തുൻ്റെ യൂണിഫോം ചെറുതായിട്ടൊന്ന് ഈർപ്പമുണ്ട്. തലേന്ന് വൈകുന്നേരം ഞാൻ കഴുകിയിട്ടത്, പക്ഷെ ഉണങ്ങിയില്ല കേട്ടോ. ഉണങ്ങിയെന്ന് പറഞ്ഞാൽ വലുതായിട്ടങ്ങ് ഉണങ്ങിയില്ല, ചെറിയൊരു നനവിൻ്റെ ഇതുപോലൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. പാത്തോടെ ഇരുന്ന് അങ്ങ് പരാതി പറച്ചില്ല കേട്ടോ. എന്നും പരാതി പറച്ചിലാണ്. എന്നും ക്ലാസ്സിൽ ഓരോരോ പരസ്പരം ചെയ്യുന്ന കുരുത്തക്കേടുകളൊക്കെയാണ് ഇരുന്ന് പറയുന്നത്. ആളിനെ ന്യായീകരിച്ചിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, വലിയ കാര്യമായിട്ട്. അപ്പോൾ എന്തായാലും ആ കഥയൊക്കെ കേട്ട് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചില്ല, വയസ്സായ ആളുകൾ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് തടി തപ്പും കേട്ടോ. രാവിലെ തീ പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ജോലി ചെയ്തത്. വേറെ ഒന്നുമല്ല, എൻ്റെ അടുപ്പ് വെള്ളം കൊണ്ട് കലത്തിൽ വെച്ചു. ആ കലം ചോരുന്നുണ്ടായിരുന്നു അടി കേട്ടോ. ആ അടിഭാഗം ചോർന്ന് അതിൻ്റെ വെള്ളം പോകുന്നത് ഞാൻ കണ്ടില്ല. എൻ്റെ അടുപ്പിനകം മൊത്തവും വെള്ളമായി. അപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അടുപ്പ് കത്തിപ്പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഒന്ന് കത്തിച്ച് എടുത്തത്. കുറേ ചാമ്പലൊക്കെ പോയി വീടിന് പരിയമ്പുറത്ത്, അതായത് വീടിന് പുറകു വശത്ത് കുറച്ച് ചാമ്പൽ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് ചിരട്ടയ്ക്കകത്തും ചാമ്പൽ വാരിയിട്ട് കുറച്ച് മണ്ണെണ്ണ കിട്ടിയത് കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട്. അങ്ങനെ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് വേസ്റ്റ് തുണി ഉണ്ടായിരുന്നു. ആ തുണിയൊക്കെ പറക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അടുപ്പൊന്ന് കത്തിച്ചെടുക്കണമല്ലോ. അതൊക്കെ കൊണ്ട് ഞാൻ അതങ്ങനെ കത്തിച്ചൊക്കെ എടുത്ത് രാവിലെ കാപ്പി അങ്ങ് ഉണ്ടാക്കി. ഇഡ്ഡലി ആയിരുന്നു. ഞാൻ വയണയില അപ്പം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് തലേന്ന് വൈകുന്നേരം തോട്ടത്തിൽ പോയി കുറച്ച് ഇല പറിച്ചു കൊണ്ട് വെച്ചതായിരുന്നു. വയണയിലപ്പം ഉണ്ടാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ആ പ്ലാൻ അങ്ങ് പാളി. പിന്നെ കുറച്ച് മാവ്, ഇഡ്ഡലി മാവോ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മാവ് കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തങ്ങ് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ അങ്ങ് തട്ടിക്കൂട്ടി എടുത്ത് പെട്ടെന്ന് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊച്ചിനെ കാപ്പിയൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ചൊരുക്കി ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് കൊടുത്ത് സ്കൂളിലോട്ടാക്കി. വന്നതിന് ശേഷമാണ് പിന്നെ ഇച്ചിരി സമാധാനമായത് കേട്ടോ. പിന്നെ രാവിലെ ഇനി ചോറെങ്ങാനും കൊടുത്തു വിടുന്ന ദിവസമായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. സ്കൂളിൽ ചോറിപ്പോൾ കൊടുത്തു വിടാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ കൊച്ചിനെയൊക്കെ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ ഇനി അടുത്ത ദിവസത്തേക്ക് വേണ്ടി കാപ്പിക്ക്, അതായത് അപ്പോ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഇടുക. ഇന്ന് കുറച്ച് ദിവസം മുന്നേ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നിങ്ങൾ മാവ് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു തരണേന്ന്. ഞാനതേ 1.5 പോണി അരിയേ എടുക്കുന്നുള്ളൂ കേട്ടോ. 1.5 പോണി അരിയും 1.5 പോണി അരിക്ക് അരപ്പോണി ഉഴുന്നായിട്ടേക്കുന്നത്. മനസ്സിലെ ഉദ്ദേശം ഇഡ്ഡലി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം. അപ്പം ദോശയേക്കാൾ കുറച്ചുകൂടി ഉഴുന്ന് വേണമല്ലോ ഇഡ്ഡലിക്ക്. അതുകൊണ്ട് ഞാൻ അരപ്പോണി ഉഴുന്നാണ് ഇട്ട് കൊടുത്തത്. 1.5 പോണി പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. ഇപ്പം കണക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ 1.5 പോണി അരി ആയത്. ഇനി 3 പോണി അരിയാണെങ്കിൽ അതിനിരട്ടി, അതായത് ഇപ്പം ഞാൻ എടുത്തതിന് ഇരട്ടി എടുക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അരപ്പോണിയാണെങ്കിൽ 1 പോണി ആക്കണം, 3 പോണി പച്ചരി എടുക്കുന്നതെങ്കിൽ. അങ്ങനെയാണ് ഇവിടെ ഇടാറ്. ഉമ്മ ഇട്ട് കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ മുന്നെയൊക്കെ ഉഴുന്നിടുമ്പോൾ ഞാൻ അങ്ങനെ കൈക്കണക്കിന് ഒരു വാരി ഇട്ട് കഴിഞ്ഞാലൊന്നും ശരിയാവത്തില്ലായിരുന്നു. പക്ഷേ പിന്നെയാണ് ഉമ്മ അങ്ങനെ പറഞ്ഞു തന്നത് ഇതുപോലെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ച ഉലുവയും കൂടി ഇടും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ. അപ്പം ഉണ്ടാക്കാനാണെങ്കിൽ ഈ ഉലുവ ചേർക്കരുത് കേട്ടോ. പച്ച ഉലുവ ചേർക്കരുത്. അപ്പം ഉണ്ടാക്കാനാണെങ്കിൽ ഉലുവ വേണ്ട. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ മാവിന്. രാവിലെ നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും, ആ പാത്രം തുറക്കുമ്പോഴത്തേക്കും നല്ല ഒരു മണം വരും. അതിനാണ് ഈ പച്ച ഉലുവ ഇടുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് കഴുകി 2-3 വെള്ളം അങ്ങ് കഴുകി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങിടും. ആ വെള്ളത്തോട് കൂടി കുറച്ച് ചോറും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കാറ് കേട്ടോ. ഇച്ചിരി ചോറിടും. അങ്ങനെയാണ് ഇവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, കുറേ ഇങ്ങനെ കമൻറ്റ്, ഇങ്ങനെ ഒരാൾ തന്നെ ഇങ്ങനെ മിക്കുള്ള ദിവസങ്ങളിലും മാവ് കാണിക്കുമ്പം പറയുമായിരുന്നു കേട്ടോ, ചേച്ചി നിങ്ങൾ അരയ്ക്കുമ്പോൾ അരി ഇടുന്നതിൻ്റെ ഇതൊന്ന് പറഞ്ഞു തരണേന്ന്. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പറഞ്ഞത്. 2-3 ദിവസത്തേക്കാണ് ഞാൻ അരച്ച് വെക്കാറ് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസത്തേക്കേ കാണത്തുള്ളൂ. 1.5 പോണി ഇവിടെ വലിയ രീതിയിൽ ഇങ്ങനെ കാപ്പി വാപ്പായും മോളും ഒക്കെ കഴിക്കത്തുള്ളൂ. ഞാൻ മിക്ക ദിവസങ്ങളിലും ചോറ് തന്നെയാണ് കേട്ടോ. രാവിലെ ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ചിട്ട് രാവിലെ ചോറായി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കും. എനിക്ക് ചോറാണ് പ്രിയം. എനിക്ക് കാപ്പി എന്ന് പറയുന്നൊരു സംഭവം ഇഷ്ടമല്ല. അപ്പോൾ
അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് വിറക് ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വാപ്പുമ്മ വന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ വലുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വിറകൊക്കെ വലിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ വിറകൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി വെച്ചു. അനിയത്തി ഇതേ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷം കേട്ടോ. കാരണം അങ്ങനെ കാറ്റല്ലല്ലോ, മഴയൊന്നുമില്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അങ്ങനെ മഴയൊന്നുമില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല കട്ട വെയിലുണ്ടായിരുന്നേ. ഇപ്രാവശ്യം എന്തായാലും പൊതുവെ മഴ കുറവാണെന്ന് തോന്നുന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്തൊക്കെ നല്ല മഴയല്ലായിരുന്നു. ഇന്ന് തുടങ്ങിയ അടുത്ത ഒരു ദിവസം ആകുമ്പോൾ പോലും നിൽക്കാത്ത മഴയായിരുന്നു. അങ്ങനെ വാപ്പുമ്മ വന്ന് ചായ ഇട്ട് തരട്ടെ എന്ന് വെച്ചപ്പോൾ ചായ വേണ്ട ആളിന്. അപ്പോൾ ഞാൻ പിന്നെ നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു കേട്ടോ. വാപ്പുമ്മ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ കാണും. അപ്പോൾ ഇൻഷാ അല്ലാ വാപ്പുമ്മയെ വെച്ച് വീഡിയോ എടുക്കുക. വാപ്പുമ്മയെ തിരക്കുന്നവരുണ്ടായിരുന്നു ഒത്തിരി പേര് കേട്ടോ. വാപ്പുമ്മയെ വെച്ചിട്ട് ഇനി നമുക്ക് വീഡിയോയൊക്കെ ചെയ്യാം. അങ്ങനെ വാപ്പുമാക്ക് ഞാൻ വെള്ളമൊക്കെ കലക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ടൊരു കൂമ്പ് 2-3 കൊല ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൽ ഒരെണ്ണം ഒടിഞ്ഞ് വീണെന്ന് പറഞ്ഞില്ലേ, മറ്റേത് ഏത് നിമിഷവും താഴെ പോരാൻ. കാരണം ആ വാഴയ്ക്ക് കേട് വരുന്നുണ്ട്, നടുക്ക് വെച്ചിട്ട് എന്തൊക്കെയോ കേട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വാഴ ഇങ്ങ് ഒടിഞ്ഞ് വീഴുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇത് നന്നായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ഞാലിപ്പൂവൻ്റെ കൊലയാണ് കേട്ടോ. അപ്പം അതിനൊരു ഊന്നൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതിനൊരു ഊന്നൊക്കെ കൊടുത്തു. അങ്ങ് അപ്പുറത്തെ വീട്ടിലോട്ട് ചാഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. കൊല വീണപ്പോൾ തന്നെ അങ്ങോട്ടങ്ങ് ചാഞ്ഞ് നിൽക്കും. അപ്പോഴത്തേക്കും അത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാരം കൊണ്ട് ചിലപ്പോൾ അതും താഴെ പോവാം. അതുകൊണ്ട് അതിനൊരു ഊന്നൊക്കെ കൊടുത്തു. ആ കൂമ്പും കടിച്ചുകൊണ്ട് വന്നു. ഞങ്ങളിത് കൂമ്പ്, വാഴച്ചുണ്ട്, ചില സ്ഥലങ്ങളിൽ കുടപ്പൻ എന്നൊക്കെ പറയുന്നേക്കാം. ഞങ്ങളിവിടെ വാഴക്കൂമ്പെന്ന് പറയും. അപ്പോൾ എന്തായാലും അതൊക്കെ ഒടിച്ചിട്ട് വന്ന് അതൊക്കെ ഞാനൊന്ന് കൊത്തി അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. വാപ്പുമ്മ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കൊടുത്തില്ല, ഞാൻ തന്നെ അരിഞ്ഞു. കാരണം നല്ലൊരു ക്ലിയർ ഇല്ല. നമുക്കവിടെ വീഡിയോ കൊണ്ട് വെച്ചിട്ട് മുറ്റത്ത് നല്ല വെയിലുണ്ട്. വാപ്പുമ്മയെ അവിടെ കൊണ്ടിരുത്തി വീഡിയോ എടുക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു കൂമ്പൊക്കെ അരിഞ്ഞെടുത്തു. അതൊന്ന് എണ്ണയൊക്കെ ഒന്ന് കയ്യിൽ സ്പ്രെഡാക്കിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ വലയൊക്കെ കളഞ്ഞെടുക്കുന്നത് ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അത് കടുകൊക്കെ താളിച്ച് അതിലോട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ടു. ലേശം അരപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ തോരനരച്ചിടത്തില്ലേ, ജീരകം ഇടത്തില്ല. അതിന് പകരം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പയറിട്ട് വെക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ അതൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കടുക് താളിച്ചപ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു കുപ്പി ഉണ്ടല്ലോ, കടുകിൻ്റെ കുപ്പി, അതൊന്ന് ഉരുകിപ്പോയി. അതുകൊണ്ട് വേറൊരു കുപ്പി എടുത്തിട്ട് അതിലോട്ട് ഞാനങ്ങ് മാറ്റി വെക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. കടുക് തട്ടിയിട്ടിട്ടേ കടുക് താളിച്ചിട്ട് ഞാൻ ആ സൈഡിലോട്ടങ്ങ് വെച്ചു അടുപ്പിൻ്റെ. പിന്നെ അതങ്ങോട്ട് നോക്കിയില്ല. പിന്നെ എടുത്തപ്പോഴത്തേക്ക് ഉരുകിയിരിക്കുന്നു. പിന്നെ അതെടുത്ത് വേറൊരു കുപ്പിക്കകത്ത് തട്ടിയിട്ട് വെച്ച് കേട്ടോ. അങ്ങനെ ഇനി നമ്മളൊരു കപ്പയ്ക്കയും കൂടെ കുത്തിയിട്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഴച്ചുണ്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ. അത് വേറൊന്നിനുമല്ല എടുത്തുകൊണ്ട് വന്നത്, ഒന്ന് ഉടച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ചേമ്പിൻ്റെ ആ വിത്തുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് വേണം ഉടച്ച് കറി വെക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കപ്പയ്ക്കയും, കപ്പയ്ക്ക എന്ന് പറയുന്നത് ഓമയ്ക്കൊക്കെ ഞങ്ങൾ കപ്പയ്ക്ക എന്നാണ് കേട്ടോ പറയുന്നത്. കപ്പയ്ക്കയും അതുപോലെ ചേമ്പിൻ്റെ വിത്തും തൈരും കൂടെ ഒഴിച്ച് മോര് കറി കാച്ചാറുണ്ട്. നല്ല ടേസ്റ്റാണ് അത്. അപ്പം നമുക്കിത് പറയാൻ മോരൊന്നുമില്ല. ഞാനിന്ന് പരിപ്പ് ഇട്ടിട്ട് ഒരു ഉടച്ചേറി വെക്കാനാണ്. അതുപോലെ നമ്മുടെ കപ്പയ്ക്കയും പരിപ്പ് കറിയും മാത്രം ഇട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉടച്ചേറിക്ക് അങ്ങനെ അവിയലിനൊക്കെ അരയ്ക്കുന്ന അതേ അരപ്പ് തന്നെയാണ്. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നല്ലതുപോലെ ആ ഒരു പച്ച തേങ്ങയുടെ ചുവയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മറ്റൊന്നുമില്ല, കുറച്ച് കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് വറ്റൽമുളകും കടുകും കൂടെ താളിച്ചങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഉടച്ച് കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഉച്ചയൂണ്. കുറച്ച് മീൻ ഫ്രൈ ഉണ്ടായിരുന്നു.